ഇന്നലെ നല്ലതുപോലെ നല്ല പ്രഭാഷണം നടത്തുന്ന വല്ലാത്ത മുവഫഖായ ഒരു പണ്ഡിതനാണ് മസ്ഊദ് സഖാഫി ഹാഫിള് ഗൂഡല്ലൂർ മസ്ഊദ് സഖാഫി എന്ന ആ യുവ പണ്ഡിതൻ നല്ല തഖ്വയുള്ള ഒരു വാഇദാണ്, തഖ്വയുള്ള ഒരു പണ്ഡിതനാണ്, മുഖ്ലിസായ ഒരു മുദരിസാണ്. എത്ര കഴിവുള്ള ഒരു യുവ പണ്ഡിതനാണ്. ഇന്നലെ ദേവർശോല 3ാം ഡിവിഷനിലാണ് പ്രഭാഷണം. പാടന്തറ മർക്കസിന്റെ തൊട്ടടുത്ത് ആ പ്രഭാഷണം നടത്തിയ യുവ പണ്ഡിതൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലാണ് പ്രഭാഷണം ഏറ്റിട്ടുള്ളത്. ഇന്നലെ ഈ സമയം പ്രഭാഷണം നടത്തിയുന്ന ഘട്ടം അത് കഴിഞ്ഞിട്ട് കാസർഗോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്ന പണ്ഡിതമുത്ത്. പക്ഷേ ഒരു കുഴപ്പമില്ല, നേരം വെളുക്കുന്നത് വരെ ഒരു പ്രശ്നവുമില്ല, ഒരടയാളമില്ല. ബഹുമാനപ്പെട്ടവരുടെ കുടുംബമൊക്കെ ഗൂഡല്ലൂരിൽ താമസിക്കുന്നുണ്ട്. ഒരു പെങ്ങള് നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്താണുള്ളത്. ആ വീട്ടിലൊക്കെ പോയി പ്രഭാഷണം കഴിഞ്ഞ് വഅള് കഴിഞ്ഞ് ആ വീട്ടിലൊക്കെ പോയി എല്ലാ കുടുംബങ്ങളോടും സന്തോഷത്തോടെ തമാശയും സന്തോഷമൊക്കെ നടത്തി പറഞ്ഞ് വീട്ടിലേക്ക് പോയി. പ്രഭാതത്തിന് മുമ്പ് വീട്ടിലെത്തി. വല്ല കുഴപ്പമുണ്ടോ സഹോദരങ്ങളെ? എത്ര നല്ല മുവഫഖായ ഒരു പണ്ഡിതനാണ്, ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ നേരം വെളുത്തു മരണപ്പെട്ട വിവരമാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. ഒരു ചെറിയ അടയാളമെങ്കിലും ഇല്ല. ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു മസ്ഊദ് സഖാഫി എന്ന ആ യുവ പണ്ഡിതന്റെ ഖബർ യാ റബ്ബൽ ആലമീൻ, ഞങ്ങളുടെ ആ അനുജന്റെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ ദർജ നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. ധാരാളം വർഷം ദർസ് നടത്തി, ഒരുപാട് പണ്ഡിതന്മാരെ വളർത്തി, ധാരാളം മുഅ്മിനീങ്ങൾക്ക് വഅദ് പറഞ്ഞു കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഇഷ്കിന്റെ ഭാഗങ്ങൾ 10,000 പാവങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ അവസരം കിട്ടിയ ആ പണ്ഡിതന്റെ വഅദുകളും ദർസും മറ്റ് അമലുകളും അതിന്റെ സവാബ് നീ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആദ്യത്തെ രാത്രിയാണ് ഇന്നത്തെ ഖബർ, നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനേ. നാട്ടുകാർ